സാറേ, പലസ്തീനിൽ ഇനി എന്ത് സംഭവിക്കും? പലസ്തീൻ്റെ സ്ഥിതി എന്താവും? പലസ്തീൻ ഒരു ടു നാഷൻ തീയതിയാണല്ലോ അവർ മുന്നോട്ട് വെക്കുന്നത്. അത് ഇസ്രായേൽ സമ്മതിച്ചു കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പലസ്തീൻ ജനതയെ അവിടുത്തെ സിറ്റിസൺസ് ആയിട്ടും അവർ അബ്സോർവ് ചെയ്യില്ല. അങ്ങനെ അബ്സോർവ് ചെയ്യും ജൂതന്മാരെക്കാട്ടും കൂടുതൽ അറബികളുടെ പോപ്പുലേഷൻ വരും. അത് അവിടുത്തെ ഇലക്ട്രോറൽ സിസ്റ്റത്തെ അവർ അട്ടിമറിക്കാൻ കാരണവും. അല്ലെങ്കിൽ അവിടുത്തെ ഭരണഘടന ഭേദഗതി ചെയ്തിട്ട് ഈ പറയുന്ന ജൂതന് മാത്രമേ പാർലമെൻറ്റ് അംഗമാകാൻ പറ്റുള്ളൂ എന്ന രീതിയിലൊക്കെ ഇത്ര ശതമാനം ന്യൂനപക്ഷങ്ങൾക്ക് ഇത്ര ശതമാനം അറബികൾക്ക് മാത്രമേ പാർലമെൻറ്റിൽ മത്സരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നിയമങ്ങൾ, വിചിത്രമായ നിയമങ്ങൾ കൊണ്ടുവരേണ്ടി വരും. അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. ജനാധിപത്യത്തിൻ്റെ നാട്യം ഇല്ലാതായി പോകും. ഇപ്പം ജൂതന്മാരുടെ ട്രൂ ഡെമോക്രസി ഉണ്ട്. അതിൽ അറബികൾക്ക് അവിടെ അന്ന് ഈ രാജ്യം സ്ഥാപിക്കപ്പെട്ട സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ജൂയിഷ് ടെറിട്ടറിൻ്റെ ഉള്ളിൽ വന്ന ആളുകൾക്ക് വോട്ടവകാശമുണ്ട്. അവർക്കൊരു മന്ത്രിയൊക്കെ അടുത്തായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി ഈ വെസ്റ്റ് ബാങ്കും ഗാസയും കൂടി ചെയ്യുമ്പോൾ അവിടുത്തെ പോപ്പുലേഷൻ മറികടക്കും. അതവർ സമ്മതിക്കില്ലല്ലോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പിന്നെ അടുത്ത തീവ്രവാദിയുടെ കേന്ദ്രമായി ഇസ്രായേൽ മാറും. അതവിടെ ആറ്റം ബോംബും അണുബോംബൊക്കെ ഉള്ളതാണ്. ഇതല്ല ഇതിൻ്റെ പ്രശ്നം. ഈ മതം തലക്ക് പിടിച്ചാൽ വലിയൊരു പ്രോബ്ലം ഇതാണ്. അപ്പോൾ നിങ്ങൾ ജൂതന്മാർക്ക് മതമല്ല, കച്ചവടമാണ് തലക്ക് പിടിച്ചിരിക്കുന്നത്. അവർക്ക് തീവ്രവാദികളുടെ താവളമായി മാറുന്നത് മാറും. കാരണം എന്താ വെച്ചാൽ ഈ സ്വാഭാവികമായിട്ടും ശക്തമായ രാജ്യമാണ് ഇറാൻ. അപ്പം സപ്പോസ് അവിടെയുള്ള വെസ്റ്റ് ബാങ്കിലെയും ഗാസയിലെയും ആളുകൾ അവരെ സിറ്റിസണായി അംഗീകരിച്ച് വിചാരിച്ചു വോട്ടവകാശം കൊടുക്കണ്ടേ. അപ്പോൾ ഇലക്ഷനിൽ ഇവരാളുകൾ കൂടുതൽ ജയിച്ചു വരും. അവിടെ ഒരു ഫ്രാക്ചേർഡ് ഡെമോക്രസിയാണ് എപ്പോഴും. അപ്പോൾ ഇവർക്ക് അധികാരത്തിലെത്താൻ പറ്റും. ഇവരെ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കലായിരിക്കും. നമ്മളെ ഇവിടെ ബംഗ്ലാദേശ് കാണുന്ന പോലെ. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാനുള്ള ശ്രമം. അതിൻ്റെ ഇടയ്ക്ക് ഈ പറയുന്ന ഒരു എലക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ആണവായുധങ്ങൾ ഉൾപ്പെടെയുള്ള ആയുധ ശേഖരങ്ങളെ കൂടി നടത്തിപ്പിനൊക്കെയുള്ള അവകാശം വരുമല്ലോ. ഇവരിതെങ്ങനെ ഉപയോഗിക്കുന്നത് അറിയാൻ പറ്റില്ല. അത് കോംപ്ലിക്കേറ്റഡ് വിഷയമാണ്. പലസ്തീൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ടു നാഷൻ അവന്മാരെ അംഗീകരിച്ചിട്ട് വെസ്റ്റ് ബാങ്കും ഗാസയും രണ്ട് ചെറിയ രാജ്യങ്ങൾ അതിനെ അംഗീകരിക്കണം. ഇപ്പോൾ ട്രാൻസ്ഫാൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രാജ്യം തോന്നുന്നു. എനിക്ക് സൗത്ത് ആഫ്രിക്കൻ്റെ ഉള്ളിൽ 1-2 രാജ്യങ്ങളുണ്ട് ലാൻഡിനാൽ ചുറ്റപ്പെട്ടിട്ടുള്ള ലോക്ക്ഡ് കൺട്രീസ് ഉണ്ട്. അതുപോലെ ചെയ്യേണ്ടി വരും. ഇതിൻ്റെ ഇടയിൽ പരസ്പരം ഇടനാഴിയൊക്കെ കൊടുക്കേണ്ടി വരും. അതവരുടെ സെക്യൂരിറ്റി, നാഷണൽ സെക്യൂരിറ്റിക്ക് അത്ര ഹിതകരമായ തീരുമാനമായിരിക്കില്ല. അതുകൊണ്ട് അവരത് സമ്മതിക്കില്ല. അപ്പോൾ ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ പലസ്തീൻസ് അല്ല അറബ്സ് ഇസ്രായേലിനെക്കാളും സ്ട്രോങ് ആണ്. അപ്പോൾ സ്ട്രോങ് ആയാലും അവർ ഒരുമിച്ച് നിൽക്കണം. അല്ലെങ്കിൽ ഇസ്രായേൽ തകരണം. ഇത് വരുന്നവരെ ഈ ഒരു പ്രശ്നത്തിന് അങ്ങനെ ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവില്ല. പിന്നെ ഇസ്രായേലിൻ്റെ ഭാഗമായിട്ട് ഇവരെ നിർത്തി കുറച്ച് ഓട്ടോണമിയൊക്കെ കൊടുത്ത് ഈ വോട്ടവകാശത്തിൽ ചില കൺട്രോളൊക്കെ വരുത്തി മാത്രമാണ് അവർക്ക് അംഗീകരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ബൈബിളിൽ പറയുന്ന പോലെ നിങ്ങളിവിടെ വെള്ളം കോരികളും വിറകുവെട്ടിയാൽ ബൈബിൾ പറഞ്ഞിട്ടുണ്ട് പഴയ നിയമത്തിൽ മറ്റ് ജനത എന്ത് ചെയ്യണമെന്ന് ചോദിക്കും. അവർ വെള്ളം കോരികളും വിറകുവെട്ടുകാരുമായിട്ട് ഇവിടെ വന്നോട്ടെ. അത് ഞാൻ ബൈബിൾ വെച്ച് നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട് പഴയ നിയമത്തിലായിട്ട്. അപ്പം പിന്നെ അങ്ങനെ ജീവിക്കേണ്ടി വരും. എന്നിട്ട് അവർക്ക് പരിമിത ആവശ്യമുള്ള മനുഷ്യാവകാശങ്ങളും കാര്യങ്ങളൊക്കെ നൽകും. പക്ഷേ ഇസ്രായേൽ സ്റ്റേറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. ഇങ്ങനെയുള്ള ചില നിയമങ്ങളുണ്ട്. അങ്ങനെ ഇത് പരിഹരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ലോകത്ത് ആരും വിചാരിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാം. ഇറ്റ്സ് എ വാർ ബിറ്റ്വീൻ അൺഈക്വൽസ്, ടെറിബിളി അൺഈക്വൽസ്. അതാണ് കാര്യം. ഈ PLO ഒക്കെ എങ്ങനെയാണ്? പഴയതുപോലെ ശക്തമല്ലല്ലോ. PLO പണ്ടത്തെ പോലെ ശക്തമല്ല. അവർ മിതവാദികളായി മാറി. മുമ്പ് PLO തുടങ്ങിയ സമയത്ത് അത് തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയായിരുന്നു. പിന്നെ മിതവാദികളായി മാറിയതോടുകൂടി അവർക്ക് വലിയ ആക്സെപ്റ്റൻസ് കിട്ടി. മാത്രമല്ല അവസാന കാലത്ത് ഇപ്പോൾ അബ്ബാസൊക്കെ ഇസ്രായേലിൻ്റെ സ്വന്തം ആളാണെന്നാണ് പറയപ്പെടുന്നത്. അവരുടെയൊക്കെ നേതാക്കന്മാരെ മക്കളൊക്കെ നല്ല രീതിയിലാണ് പഠിക്കുന്നത്. അറാഫത്ത് തന്നെ കല്യാണം കഴിച്ച ഫ്രഞ്ച് ലേഡീനല്ലേ, ഒരു കുട്ടിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയിട്ടുള്ളൂ. അപ്പം അതൊക്കെ കൊണ്ടാണ് അറാഫത്തിന് അവരെതിരായിരുന്നു അവസാന കാലഘട്ടത്തിൽ. അറാഫത്ത് ഇവർക്കും ഒരു തലവേദനയായിരുന്നു. കാരണം അറാഫത്ത് ചില പരിധി കൂടുതൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവില്ലായിരുന്നു. അറാഫിന് അവസാനം ഇവർ പൊളോണി ഉപയോഗിച്ചിട്ട് ഇസ്രായേലിനെ കൊന്നുകളഞ്ഞെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ള അബ്ബാസ് എന്ന് പറഞ്ഞ ഇസ്രായേലിൻ്റെ സ്വന്തം ആളാണ്. അപ്പോൾ നിങ്ങൾ ഹമാസ് സ്വന്തം ആളാണ്. പക്ഷേ ഭീകരവാദി എന്നുള്ള ഒരു തീവ്രവാദി എന്നുള്ളൊരു മുഖം സ്വയം അങ്ങോട്ട് എടുത്ത് അണിഞ്ഞിട്ടുണ്ട്. ഇപ്പം പിന്നെ ആക്റ്റീവായി ഈ സായുധ സമരത്തിൽ ഏർപ്പെടുന്നവരാണ്. രണ്ടാമത് ഈ സാധാരണക്കാരുടെ ഇടയിൽ ഹമാസിന് വലിയ, അപ്പോൾ നമ്മളൊരു നാട്ടിൽ കാലത്ത് കോൺഗ്രസിന് സാധാരണക്കാരുടെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള മൂവ്മെൻ്റ് ആയിരുന്നു. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാധാരണക്കാരുടെ ഇടയിൽ ഭയങ്കര സപ്പോർട്ടായിരുന്നു. കോൺഗ്രസിൻ്റെ അഴിമതിക്കെതിരെ ഒരു ശക്തമായ സംഘടനയായിരുന്നു. ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഡൽഹിയിലൊക്കെ തന്നെ ഇപ്പം അതിൽ സാധാരണക്കാരുടെ ഇടയിൽ വലിയൊരു മൂവ്മെൻ്റാണ്. കാരണം അഴിമതിക്കെതിരെയൊക്കെയുള്ള ശക്തമായ മൂവ്മെൻ്റ് ആയിരുന്നു. കേരളത്തിൽ അങ്ങനെ പാർട്ടി വരാത്തതുകൊണ്ട് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓപ്പോസിഷനിൽ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ രീതിയിലാണ് പിന്നെ ഈ ഹമാസ് നിൽക്കുന്നത്. നാളെ
നമ്മുടെ രാജ്യം ഒരു ഉറപ്പ് കൊടുക്കുന്നുണ്ട് നമ്മുടെ രാജ്യം സ്ഥാപിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ ഒരു ഉറപ്പ് ഇപ്പോൾ മറ്റവർ കൊടുക്കുന്നില്ല, PLO. അങ്ങനെ ഉറപ്പ് കൊടുത്ത് കാര്യമില്ല, നടക്കാത്ത കാര്യം എന്ന് പറയുക. ഒന്നവർ ഇസ്രായേലിൻ്റെ പ്രൊഡക്റ്റാണ്. ഇനിയിപ്പോൾ ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്ന് അവർ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് മനുഷ്യൻ പിന്നെ ബോധം വീരം വന്ന് സ്വയം ആപ്പിൾ വാസിൽ നിന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടതുപോലെ ഇവർ രക്ഷപ്പെട്ടാൽ തന്നെ ഇവർ ഐഡിയോളജി എന്ന് വെച്ചാൽ മൗദൂദിസത്തിൻ്റെ വേറെ രൂപമായ ഇസ്ലാമിക് ബ്രദർഹുഡാണ്. അത് സ്വാഭാവികമായിട്ട് ഒരു കോൺഫ്ലിക്റ്റിൽ അവസാനിക്കുള്ളൂ. അതാണ് നെതന്യാഹു പണ്ടേ പറഞ്ഞത്, ഞങ്ങളെ വി ഡോണ്ട് വാണ്ട് എൻ എനിമി നാഷൻ ഇൻ അവർ ഫുഡ് ഹട്ട് ഇൻ അവർ ഡോർ സ്റ്റെപ്പ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങളുടെ പിന്നെ എന്താണ് അയാൾ പണ്ട് പഠിക്കുന്ന സമയത്തുള്ള ഇൻ്റർവ്യൂസ് ആണ് ഞാനിപ്പോഴാണ്. അയാൾ സൈക്കോണ് ബേസിക്കലി. അപ്പം അത് പറയുന്നുണ്ട്, ഞങ്ങളുടെ ഡോർ സ്റ്റെപ്പിൽ ഇനിയൊരു എനിമി നാഷനെ ഞങ്ങൾക്ക് വേണ്ട, നോ മോർ എനിമി നാഷൻസ് ഇൻ അവർ ഡോർ സ്റ്റെപ്പ് എന്നാണ് പറയുന്നത്. ജോർദാൻ എന്ന് പറഞ്ഞ രാജ്യം മുമ്പുണ്ടായിരുന്നില്ല, അപ്പം ജോർദാൻ എന്ന് പറഞ്ഞ രാജ്യമുണ്ട്. അതെ, ഇവരെ പല ഭാഗങ്ങളും അവരുടെ കയ്യിലാണ്. ഒന്നെങ്കിൽ ഇവരെ അഭയാർത്ഥികളെ അവരെ ഏറ്റെടുക്കാന്ന് പറയുന്നത്. ടു നാഷൻ തീയതി അന്നേ അങ്ങനെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ അവരത് അംഗീകരിക്കാൻ ഒരു സാധ്യതയില്ല. PLOയുടെ പ്രസക്തി അവിടെ ഇപ്പം നഷ്ടപ്പെടും. ഹമാസ് ആണല്ലോ ഇപ്പം നിറഞ്ഞത്. PLO ഒരു നെഗോഷിയേറ്റർ എന്ന രീതിയിൽ നിൽക്കുക. ഹമാസ് ഇപ്പോൾ ജനങ്ങളെ ഹമാസാണല്ലോ ജനങ്ങളെ ദുരിതത്തിലേക്ക് അയക്കുന്നത്. അത് 1921 കലാപം പോലെ അയക്കുക. ഈ പറഞ്ഞതിനെ കലാപം തുടങ്ങി വെച്ച് പ്രക്ഷോഭം തുടങ്ങി വെച്ച കോൺഗ്രസും ഖിലാഫത്തും ഒക്കെയാണ്. അത് തുടങ്ങി വെച്ചതിന് ശേഷം ഇത് തീവ്രവാദികളെ കയ്യിലേക്ക് പോയി. അങ്ങനെയാണ് ഈ പറയുന്നതിനെ ഹിന്ദു വംശഹത്യയൊക്കെ അവിടെ അതിൻ്റെ അവസാനത്തോടുണ്ടാകുന്നത്. അവസാനം എന്ത് സംഭവിച്ചു? ബ്രിട്ടീഷുകാർ കയറി അങ്ങ് മേഞ്ഞു. പിന്നെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയാൻ പോലും അവിടെ മാപ്പിളാർക്ക് പേടിയാണ്. നമ്മളെ കമ്മ്യൂണിറ്റി മലപ്പുറത്തെ ഏറനാട് വെള്ളൂർനാട് താലൂക്കിൽ മാപ്പിളാർക്ക് പേടിയായിരുന്നു. പിന്നെ ഉണ്ടായില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് കോൺഗ്രസ് ഒക്കെ ഈ മുസ്ലിം ലീഗ് ഉണ്ടായി വന്നതിന് ശേഷം 35-ന് ശേഷമൊക്കെയാണ് പിന്നെ അവിടെ രാഷ്ട്രീയം സജീവമായത്. പേടിയായിരുന്നു, നിശബ്ദതയായിരുന്നു. അപ്പം ആ രീതിയിലാവാൻ സാധ്യത. ഇവർ ഇതിലേക്ക് നയിക്കുക. അവസാനം ഇപ്പം തന്നെ ആളുകൾ പേടിച്ചിരിക്കുകയാണ്. അവിടെ 30,000 ആളുകളെ കൊല ചെയ്യപ്പെട്ടു. അന്താരാഷ്ട്ര നിയമങ്ങളൊന്നും ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല. ഒരു സാങ്ഷനും UN അവർ അംഗീകരിക്കുന്നില്ല. അവർക്ക് അവർ തോന്നി ചെയ്യുകയാണ്. അപ്പം ഇങ്ങനെ പോസ്റ്റ് പോകുന്ന സമയത്ത് ജനങ്ങൾ ഈ ഇസ്രായേലിനെ പോലെ തന്നെ ഇപ്പോഴത്തെ ഈ ദുരന്തത്തെ കാരണക്കാരൻ ഈ പറയുന്ന ഹമാസൊക്കെ കാണാം. അപ്പോൾ ഹമാസിനൊക്കെതിരെ അവിടെ ജനങ്ങളുടെ തന്നെ എതിർപ്പുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അതിന് നല്ല രീതിയിൽ ജീവിക്കാനല്ല ആഗ്രഹിക്കുക. ഇപ്പോൾ അവരുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണ്ണമായില്ലേ? അതെ, യുദ്ധസമാനമായ ഒരു സാഹചര്യം. യുദ്ധമാണല്ലോ. അല്ല, അത് പെർമനന്റ് സ്റ്റേജ് ഓഫ് വാറാണ്. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം വലിയ ദുരന്തങ്ങൾ വലിയ യുദ്ധമല്ല നടക്കുന്നത്. ഇപ്പോൾ സൈനിക നടപടിയാണ് നടക്കുക. യുദ്ധമൊന്നും ഇത് പറയാൻ പറ്റില്ല. ആ സൈനിക നടപടിയിൽ ഈ തന്നെ 30,000 ആളുകൾ കൊല ചെയ്യപ്പെട്ടു. 1000 ഇസ്രായേലികൾ കൊല ചെയ്യപ്പെട്ട 30,000 ആളുകൾ. ഞാനൊക്കെ വിചാരിച്ച ഒരു 20,000 ആളുകൾ മരിക്കുന്നതോടുകൂടി ഇപ്പം നിർത്തും, അല്ല 10,000 ആളുകൾ മരിക്കുന്നതോടുകൂടി അന്താരാഷ്ട്ര സമൂഹം ഇടപെടുന്നതുകൊണ്ട് നിർത്തും. അന്താരാഷ്ട്ര സമൂഹം ഇടപെട്ട് ഇവർ നിർത്തുന്നില്ല. ഇനി ഇവരെന്ത് ചെയ്യാൻ? ഹമാസിനെ ഉന്മൂലനം ചെയ്തിട്ട് ഈ പോരാട്ടം അല്ല, അവർക്ക് ഹമാസിനെ ഉന്മൂലനം ചെയ്യേണ്ട സമയം. ഹമാസിനെ അവർ വളർത്തിക്കൊണ്ടുവന്നതാണ്. പക്ഷേ ഒന്ന് വളർത്തിക്കൊണ്ടുവന്ന ഒരു സാധനത്തെ ഉന്മൂലനം ചെയ്യാനൊരു സമയം കൂടിയുണ്ട്. അടുത്തതിനെ വളർത്തിക്കൊണ്ടുവന്നു. അവരെ കയ്യിൽ നിൽക്കുന്നതിന്. ഹമാസ് ഇപ്പോൾ ഇവരെ കയ്യിൽ നിന്ന് പോയെന്ന് എനിക്ക് തോന്നുന്നു. കയ്യിൽ നിന്ന് പോയെന്നുണ്ടെങ്കിൽ ഇവരും ഒരു ഹോട്ട് ലൈൻ ബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇസ്രായേൽ ഒന്ന് കണ്ണുമീ കൊടുത്ത് അവന്മാർ കയറിയത്. പക്ഷേ രണ്ടു കൂട്ടരും വിചാരിച്ചതിന് അപ്പുറമായി പോയി ചെയ്ത് കൂട്ടിയത് രണ്ടു കൂട്ടരും. ഇനി ഹമാസിനെ അവർക്ക് തീർക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ അത് പെട്ടെന്നും തീർക്കുന്നില്ല. അവർക്ക് ഈ ഒരു വാദം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകണം. ഒന്നല്ല വേറൊരു കാരണം പറഞ്ഞുകൊണ്ട്. അവിടെ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ട്. അവിടെ ഫ്രാക്ചേർഡ് ഡെമോക്രസി ആണല്ലോ. അത് നെതന്യാഹുവിന് അത്ര സേഫ് ഒന്നല്ല അവിടെ ഇസ്രായേൽ. അപ്പം അതുകൊണ്ട് അവർ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഹമാസിൻ്റെ പുതിയ തലവനെ അവരിങ്ങനെ നോട്ട് വിട്ട് വെച്ചിട്ടുണ്ട്. അദ്ദേഹം ദോഹയിലുണ്ട്. അപ്പോൾ അവിടെ മൊസാദ് വളഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് റിപ്പോർട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെയും വധിക്കും. അദ്ദേഹം പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒളിച്ച് നടക്കുകയാണ്, പുറത്തൊന്നും പ്രത്യക്ഷപ്പെടാതെ. അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഭയം ഉണ്ടായിരിക്കും ഇസ്രായേലിനെ. പേടിയൊക്കെ ഉണ്ടാവും. പക്ഷേ ഇസ്രായേൽ ഇപ്പം കൊല്ലണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കൊല്ലാത്തത്. അവർക്ക് ഓരോ കാരണം വേണ്ട. അതിന് ഓരോരുത്തരും അവർ വെച്ചുകൊണ്ടിരിക്കും. അവർ ഇപ്പം മറ്റവനെ കൊന്നു, ഇനി ഇവനെ കുറച്ച് നേരം നിൽക്കട്ടെ. അത് അതുകൊണ്ട് ഇസ്രായേലിനെ പേടിപ്പിച്ച് നിർത്തേണ്ട ആവശ്യം ഭരണകൂടത്തിനുണ്ടല്ലോ. അതെ, അത് പെട്ടെന്ന് കൊല്ലാൻ സാധ്യതയില്ല. പകരം വേറെ എന്തെങ്കിലുമൊക്കെ അവർ ഉയർത്തിക്കൊണ്ടുവരും. അവർക്ക് എന്താണോ താല്പര്യം അവിടെ വേണ്ടത് അതിനെ അവർ ഉയർത്തിക്കൊണ്ടുവരും. അത്രയേ ഉള്ളൂ. അവിടെ ശരിക്കും നാച്ചുറലായി ജനങ്ങളുടെ ഉണ്ടായി വന്ന മൂവ്മെൻറ്റ് ഈ പലസ്തീൻ ലിബറലൈസേഷൻ ഓർഗനൈസേഷൻ PLO താക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാമിക് ബുദ്ധമതത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഈ ഹമാസിനെ ഇവർ ഉയർത്തിക്കൊണ്ടുവന്നത്. അത് ഒരു പരിധിയിട്ടാൽ അത് വളരെ പവർഫുള്ളായി മാറുകയും ഇവർക്കെതിരായി മാറുകയും ചെയ്തു. ഇപ്പോൾ ഒസാമ ബിൻ ലാദൻ എങ്ങനെയാണ് എതിരായത്, എങ്കിലും അവർ ഹോട്ട് ലൈൻസ് ഇൻ ബിറ്റ്വീൻ ദം. അതാണ് സത്യം. അതുപോലെ ഹമാസും ഇവർക്ക് തലവേദനയായി മാറി. ഇപ്പം ഹമാസിൻ്റെ തലവേദന എവിടെയാന്നൊക്കെ അവർക്ക് അറിയൊക്കെ ഉണ്ടാവും. അവർ ബാക്കി വെച്ചു. ഈ നേർച്ചക്കോഴികളെ നമ്മൾ പെട്ടെന്ന് കൊല്ലില്ലല്ലോ. സമയമാകുമ്പോഴേ കൊല്ലുള്ളൂ.
അതുപോലെ സമയമായിട്ടുണ്ടാവില്ല. പിന്നെ ഇസ്രായേലിന് അയാളെ പറ്റി ധാരണ ഇല്ലെന്ന് പറയുന്നത് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ഞാൻ അവിടെയുള്ള ഇറാനിൽ കയറി ഇറാൻ്റെ പ്രസിഡൻറ്റിനെ കൊന്നു. പിന്നെ ഇയാളെ എങ്ങനെ കൊന്നു നാട്ടുകാർക്ക് മനസ്സിലാത്ത രീതിയിൽ ഇയാളെ കൊന്നു, ഹമാസിൻ്റെ തലവൻ. ഇത്രയും സംവിധാനം അവർക്ക് ഇറാനിലുണ്ടെങ്കിൽ സൗദി അറേബ്യയും ഖത്തറിലും ഒന്നും അവർക്ക് എന്തൊക്കെ സംവിധാനം ഉണ്ടാവും, എന്തൊക്കെ സംവിധാനം അവർക്ക് വെസ്റ്റ് ബാങ്കും ഗാസയിലും ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് എവിടെ എന്തൊക്കെ വേറെ ബോട്ട്സൊക്കെ കൃത്യമായിട്ട് അറിയാം. അവർക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യത്തിന് വേണ്ടി നേർച്ചക്കോയെ വെച്ചിരിക്കുകയാണ്. അതുവരെ ബാക്കിയുള്ളവരൊക്കെ ഇവനെ പറ്റിയൊക്കെ വലിയ പാട്ടൊക്കെ പാടി നടക്കട്ടെ എന്ന് ചെയ്യും. ഇതൊക്കെ വായിച്ചിട്ട് അവിടെ ഇസ്രായേൽ അവർ എന്നിട്ട് കണ്ടിട്ടുണ്ട് എന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.